അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ദീനി വിജ്ഞാനം പഠിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിലാണ് ഏതൊരു വിശ്വാസിയും ഇത്തരം സദസ്സുകളിൽ ഭാഗവാക്കാകേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുറൈശി തറവാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. ദീനിൽ അവഗാഹം നേടാനും വിശുദ്ധ ഖുർആൻ വ്യാകരണം നടത്തുന്നതിലും പടച്ചവനെ അല്ലിംഹു തഅ്വീൽ, ഇദ്ദേഹത്തിന് നീ അറിവ് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദീന് പഠിക്കാനാണ് തൻ്റെ ജീവിതം മാറ്റിവെച്ചത്. ചരിത്രം സൂചിപ്പിക്കുന്നത് അദ്ദേഹം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഏറെ അറിവുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പെട്ട വ്യക്തിയാണ്. അഫ്റദുക്കും സെയ്ദ, നിങ്ങളിൽ ഏറ്റവും നന്നായി അനന്തരാവകാശ നിയമങ്ങൾ അറിയുന്നത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ് അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ അറിവുള്ള ഒരാളെയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുമായിരുന്നു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിൻ്റെ പുറത്തായിരിക്കും. ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചിങ്ങനെ ബാക്കിൽ നടന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടുമായിരുന്നു എന്നാണ്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടിട്ട് ഭയങ്കര ഒരു പ്രയാസം. കാരണം ഖുറൈശി തറവാട്ടുകാരനാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയാണ് താൻ ഒട്ടകപ്പുറത്താണ്, ഒട്ടകത്തിൻ്റെ താഴെയായി കയറും പിടിച്ചിങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്ന് ഒഴിവാക്കി ഒട്ടകപ്പുറത്ത് കയറിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, ദീന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദീന് പഠിക്കുവാൻ അല്പ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമെന്നാണ്. മറ്റൊരു സഹാബിയുടെ വീട്ടിൽ അദ്ദേഹം പോയി. അനുവാദം ഡോറ് മുട്ടിയപ്പോൾ നൽകപ്പെട്ടില്ല. പുറത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നു. ചൂട് കാറ്റുകൾ ഒക്കെ സഹിച്ച് അദ്ദേഹം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഖുറൈശി തറവാട്ടുകാരനാണ്, അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തിയാണ്. വീട്ടിലുള്ള സഹാബി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദീന് പഠിക്കേണ്ടത്, അതിന് അല്പ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്യാവശ്യം ഇടങ്ങാറായി കഷ്ടപ്പെട്ടാണ് നമ്മുടെ മുൻഗാമികൾ ദീന് പഠിച്ചിട്ടുള്ളത്. ഈ ഒരു വിജ്ഞാനത്തെ അവർ വലിയ ഒരു മുതലായി കണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു വലിയ പണ്ഡിതൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കളാരും ദീനി വിജ്ഞാനം പഠിക്കുന്ന മേഖലയിലായിരുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആ മരണപ്പെട്ട ആ പണ്ഡിതൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം പണം കൊടുത്ത് വിലക്ക് വാങ്ങി. കാരണം അത്രമേൽ ഗ്രന്ഥങ്ങളോടും ഇസ്ലാമിക ഗ്രന്ഥങ്ങളോടും ഇസ്ലാമിക വിജ്ഞാനങ്ങളോടും അവർക്ക് പ്രതിബദ്ധതയുണ്ടായിരുന്നു, വലിയ മഹത്വം അതിനൊക്കെ അവർ കൽപ്പിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ദീന് പഠിക്കുന്ന
ഒരു അവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗ്യം നമ്മൾ മനസ്സിലാക്കുകയും അത് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സൂറത്തു ശുആറ ആണ് പഠിച്ചു വരുന്നത് അല്ലേ? എവിടെ എത്തിയപ്പോൾ നമ്മൾ കഥ എവിടെ എത്തി? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയായി ജനിച്ചു വളരുന്നത് ഫിറഔനിൻ്റെ തറവാട്ടിലാണ്. അങ്ങനെ യുവാവാകുന്നത് വരെ മിസ്രിൽ ഖിബ്തികൾക്കിടയിൽ ഒരു ഇസ്രായേലി പൗരനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജീവിക്കുവാൻ അവസരം കിട്ടി. 400 വർഷത്തോളം ഖിബ്തികൾ ഇസ്രായേലുകാരെ അടിമകളാക്കി വെച്ചിരുന്നു എന്നാണ്. ആരാണ് ഇസ്രായേലുകാർ? ബനു ഇസ്രായേലുകാർ. ആരാ ബനു ഇസ്രായേലുകാർ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് ബനു ഇസ്രായേലുകാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബനു ഇസ്രായേലുകാർ കനാൻ ദേശക്കാരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 35-ാമത്തെ ആയതാണ്. കനാൻ ദേശക്കാരാണ്. അഥവാ ഇന്ന് പണ്ഡിതന്മാർ ആ പ്രദേശം എവിടെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇറാഖിലാണ്, തുർക്കിയിലാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ദേശക്കാരായ ആളുകൾ എങ്ങനെയാണ് മിസ്രിലെത്തിയത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം നടത്തിയിരുന്ന സ്ഥലമാണ് മിസ്ർ. അപ്പോൾ അദ്ദേഹം, അതിൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മിസ്രിൽ ഭരണം നടത്തുകയും തൻ്റെ ഉപ്പയെയും സഹോദരന്മാരെയും എല്ലാം മിസ്രിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കഥ സൂറത്ത് യൂസുഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് അവർ മിസ്രിലാണ് സമയം ചെലവഴിച്ചത്. അങ്ങനെയാണ് മിസ്രിലെ അടിസ്ഥാന വംശജരായിരുന്ന ഖിബ്തികൾക്കൊപ്പം മിസ്രിൽ ആരും കൂടി വരുന്നത്? ബനു ഇസ്രായേലുകാരും കൂടി ഒരു സമൂഹം, പുതിയൊരു സമൂഹം അവിടെ ഉടലെടുക്കുകയാണ്. പക്ഷേ ഇവർ അധികമായി ഇവരിൽ കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ഇവർക്ക് ബേജാറായി. അപ്പോൾ ഇവർ ബനു ഇസ്രായേലുകാരെ, ഖിബ്തികൾ ബനു ഇസ്രായേലുകാരെ ദ്രോഹിക്കുവാനും അടിമകളാക്കി വെക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ തുടങ്ങി. അങ്ങനെ 400 വർഷം അത് തുടർന്നു പോയി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുക്കി നശിപ്പിക്കുന്നത്, ഖിബ്തികളെ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബനു ഇസ്രായേലുകാരെ അടിമകളാക്കി വെക്കുന്ന സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. എന്നിട്ട് കൂടി ബനു ഇസ്രായേലിൽ പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖിബ്തികൾ തങ്ങളുടെ കൊട്ടാരത്തിലാണ് വളർത്തിയത്. എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് അവരിൽ ഒരാളായി വളർത്തുകയുണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹം വളർന്ന് യുവാവാകുന്നത് വരെ അവരുടെ കൊട്ടാരത്തിലാണ്. യുവാവായതിനു ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു കയ്യബദ്ധത്തിൽ അവരിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെടുന്നു. അവർ തിരിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്ർ വിട്ട് ഓടിപ്പോകുന്നു, മദീനയിലെത്തുന്നു. അവിടെ അദ്ദേഹം 10ഓളം വർഷങ്ങൾ ചെലവഴിക്കുകയും പിന്നീട് 10 വർഷത്തിനു ശേഷം ആ മദീനയിൽ നിന്ന് അദ്ദേഹം കുടുംബത്തോടൊപ്പം യാത്ര തിരിക്കുമ്പോഴാണ് തൂരി സീനാ പർവ്വതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുന്നത്. അഥവാ ഒരു വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വെളിച്ചത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വഹി കൊടുത്തു, ഉടനെ തന്നെ ഫിറഔനിൻ്റെ ജനതയിലേക്ക് പോകണം. ഖൗമ ഫിർഔന അലാ തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ഫിറഔനിനോട് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 2 ആശങ്കകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ആശങ്ക, എങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകും? കാരണം അവിടെ ചെന്ന് ആളുകളോട് പ്രഖ്യാപിക്കേണ്ടത്, അല്ലെങ്കിൽ ഫിറഔനിനോട് പ്രഖ്യാപിക്കേണ്ടത്, നീയല്ല ജനങ്ങളുടെ ആരാധ്യൻ, മറിച്ച് നിന്നെയും നിന്റെ പൂർവ്വപിതാക്കന്മാരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ലോകരക്ഷിതാവുണ്ട് എന്ന് അവരോട് ചെന്ന് പറയണം. ഫിറഔനിൻ്റെ വിശ്വാസത്തിനും അവിടുത്തെ ആളുകളുടെ വിശ്വാസത്തിനും എതിരാണത്. രണ്ടാമത്തെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആശങ്ക, അവിടെ പോയി എങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കും? കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിന് വിക്കുണ്ടായിരുന്നു. അതാണ് ഫിറഔൻ പറയുന്നത്,
അം അന ഖൈറും, ഞാനാണോ ഏറ്റവും നല്ലത്, അതല്ല ഈ സംസാരിക്കുവാൻ കഴിയാത്ത വലാ യക്കാദു യുബീൻ, സംസാരിക്കാൻ പോലും കഴിയാത്ത ഇവനാണോ ഏറ്റവും നല്ലത് എന്ന് അവിടെ കൂടിയിരുന്ന ആളുകളോട് ഫിറോൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ പിന്നെ ഫിറോൻ വിശ്വസിച്ചു പോരുന്ന ആ വിശ്വാസത്തിനെതിരായി എങ്ങനെ ഞാൻ പറഞ്ഞു പ്രതിഫലിപ്പിക്കും? എൻ്റെ നാവിന് അതിനുള്ള ശക്തിയില്ല. ഈ രണ്ട് ആശങ്കകളാണ്. മൂന്നാമത്തെ ഒരാശങ്ക കൂടി ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരാളെ വകവരുത്തിയിട്ടാണ് ആ നാട് ഞാൻ വിട്ടുപോയിട്ടുള്ളത്. എങ്ങനെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും? അവരെന്നെ തിരിച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നനി മഅകുമാ അസ്മഉ വ അറ, ഞാൻ നിങ്ങളുടെ കൂടെ കാണുന്നവനായി കേൾക്കുന്നവനായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി കൊടുത്തു. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത്. കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴോ, അതിനു മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രവാചകനായി അള്ളാഹു എന്നീ സെലക്ട് ചെയ്യണം എന്ന് അള്ളാഹുവോട് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആവശ്യം നിർവഹിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരുമിച്ച് പോകുന്നത്. എന്തിനാ ഹാറൂൻ നബിനെ കൂട്ടിയത്? സംസാരിക്കുവാൻ മൂസാ നബിക്ക് വിക്കാണ്. അപ്പോൾ ആ ഒരു വിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി സംസാരിക്കുവാൻ കഴിവുള്ള ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂടെ കൂട്ടിയത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഫിറൗൻ ലഅനത്തുല്ലാഹി അലൈഹി അവൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഉത്തരം പറയേണ്ടത് മൂസ താങ്കളാണ്. അങ്ങനെ അത് കാരണം ഫിറൗനിനറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വിക്കി സംസാരിക്കുമ്പോൾ ഇവനാണോ നല്ലത് എന്ന് ഫിറൗന് ചോദിക്കുവാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ എന്തിരുന്നാലും ഫിറൗൻ്റെ അടുക്കലേക്ക് വന്നു. ഫിറൗൻ്റെ അടുക്കലേക്ക് വന്ന് കാര്യം പറഞ്ഞപ്പോൾ ഫിറൗൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വളർന്ന് വലുതായവനാണ്. ഖാല അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി ഞങ്ങളുടെ കൊട്ടാരത്തിലാണ് വളർന്നത്. എന്നിട്ട് ഞങ്ങളിൽപ്പെട്ട ഒരാളെ കൊന്നതിനു ശേഷം നീ നാട് വിട്ടുപോയി ഒരു 10 വർഷം കഴിഞ്ഞ് ഞങ്ങളിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് നീ നല്ലവനായിട്ടുണ്ട്, ഞങ്ങളെല്ലാം സത്യനിഷേധികളാണ് എന്നതാ നീ പറയുന്നു. ഇതെങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാകും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ പറയുന്ന എന്നെ നിങ്ങൾ വളർത്തി എന്ന് മേനി പറയുന്ന കാര്യമൊന്നും നീ എടുത്തു പറയാൻ പറ്റാവുന്ന, നിനക്ക് എടുത്തു പറയാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. വതിൽക നിഅമതുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കൊട്ടാരത്തിൽ വളരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? നിങ്ങളെങ്ങാനും ബനു ഇസ്രായേൽ ജനിക്കുന്ന കുട്ടികളെ വകവരുത്തുമായിരുന്നില്ലെങ്കിൽ എൻ്റെ ഉമ്മ ഒരിക്കലും തന്നെ കുട്ടിയായ സന്ദർഭത്തിൽ ഒരു പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ഉമ്മ എന്നെ വീട്ടിൽ നല്ലതുപോലെ നോക്കി വളർത്തും. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള കാരണം നീ തന്നെയാണ്. അതുകൊണ്ട് ആ അനുഗ്രഹമൊന്നും നീ എടുത്തു പറയേണ്ടതില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതിനുശേഷം ഫിറഔൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഖാല ഫിറഔൻ വമാ റബ്ബുൽ ആലമീൻ, നീ പറയുന്നുണ്ടല്ലോ ലോകരുടെ രക്ഷിതാവ് ഉണ്ട് എന്ന്, എന്താണ് ഈ ലോകരുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കാം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദ്. ഫിറഔൻ പറയുന്നത് അലൈസലി മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ, എനിക്കാണ് മിസ്റിൻ്റെ പൂർണ്ണമായ അധികാരമുള്ളത്. നൈൽ നദി ഒഴുകുന്നത് എൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെയിലൂടെയാണ്. ഞാനാണോ ഇവനാണോ നല്ലത്? അലൈസലി മുൽക്കു മിസ്ർ, ഞാനാണ് മിസ്റിൻ്റെ ഭരണാധികാരി, അധിപൻ ഞാനാണ് എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുക്കുകയാണ്, ഖാല റബ്ബുസ് സമാവാതി വൽ അർദ്, എന്നാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് മിസ്റിൻ്റെ മാത്രം അധികാരമുള്ളവനല്ല, റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണവൻ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനവനാണ്, അതിനെ പരിപാലിക്കുന്നവനവനാണ്, അതിനു വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നവനാണ്.
എൻ്റെ റബ്ബ്, ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് അതാണ്. അല്ലാതെ ഒരു മിസ്റിൻ്റെ മാത്രം ഭരണാധികാരിയെ അല്ല റബ്ബായി കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുത്തു. വമാ ബൈനഹുമ, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം രക്ഷിതാവാണ് എൻ്റെ റബ്ബ്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവനാണ് റബ്ബ്. അപ്പോൾ ആരാണ് റബ്ബുൽ ആലമീൻ എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബിയുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു ഉത്തരം കിട്ടിയത്. ഇപ്പോൾ ഫിറഔൻ തിരിച്ച് മറുപടി പറയാനൊന്നുമില്ല. അപ്പോൾ ഫിറഔൻ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ, നിങ്ങൾ പറയുന്നില്ല ഇവനീ കേൾക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാനല്ലാത്ത ഒരു റബ്ബുണ്ട് എന്നാണ് ഇവൻ പറയുന്നത് എന്ന് ഫിറഔൻ അവിടെ വെച്ച് ജലിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തെളിവ് പറയണം. എന്താണ് റബ്ബുൽ ആലമീൻ എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ മറുപടി എന്താ? റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ, ആകാശഭൂമികളുടെയും അതിന് ഇടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനാണ് എൻ്റെ റബ്ബ്, അതിനെ പരിപാലിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. രണ്ടാമതായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബുക്കും വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് നിങ്ങളുടെ എല്ലാം രക്ഷിതാവാണ്. വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ എല്ലാം സൃഷ്ടിച്ചവനാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ്. വമാ റബ്ബുൽ ആലമീൻ എന്നതിന് രണ്ട് മറുപടി എടുത്തു. ഒന്നാമത്തത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ള എല്ലാത്തിൻ്റെയും രക്ഷിതാവാണ്. മറുപടി ഒന്നും തിരിച്ച് ഫിറൗന് പറയാനില്ല. അപ്പോൾ രണ്ടാമത് പറഞ്ഞു, നിങ്ങളുടെ റബ്ബാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ്, നിങ്ങളുടെ പിതാക്കന്മാരെ സൃഷ്ടിച്ചവനാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ്. അപ്പോൾ ഫിറൗന് ഇതിനും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഫിറൗൻ പറഞ്ഞു, ഖാല ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ റസൂലുണ്ടല്ലോ ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത്. കാരണം പറഞ്ഞ വാക്കിന് തിരിച്ചു പറയാൻ കഴിയുന്നില്ല, അപ്പോൾ പിന്നെ ഭ്രാന്തനാണ് എന്ന് പറയുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോഴും തിരിച്ചൊന്നും അതിന് പറഞ്ഞില്ല. മൂന്നാമത്തെ തെളിവ് കൂടി ഹാജരാക്കാണ്. ആരാണ് റബ്ബുൽ ആലമീൻ എന്നാണ് ചോദിച്ചത്. മൂന്നാമത്തെ തെളിവ്, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ, ഞാൻ പരിചയപ്പെടുത്തുന്ന റബ്ബ് ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും രക്ഷിതാവാണവൻ. നേരെ വിടുത്തു പറഞ്ഞു, അതിലുള്ള എന്തെല്ലാം ജീവികളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണവൻ. ഇൻ കുൻതും തഅഖിലൂൻ, എനിക്ക് ബുദ്ധിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനാണ് റബ്ബ് എന്നാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ ആദ്യം വമാ റബ്ബുൽ ആലമീൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ആകാശഭൂമികളുടെ രക്ഷിതാവാണ്, അതിനിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ മറുപടി ഒന്നുമില്ല, എന്താ ഇപ്പം പറഞ്ഞതെന്ന് കേൾക്കണില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തത് നിങ്ങളുടെയും നിങ്ങളുടെ വാപ്പമാരുടെയും രക്ഷിതാവാണ്, സൃഷ്ടാവാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ റസൂല് ബുദ്ധിയില്ലാത്ത ആളാണെന്ന് പറഞ്ഞു, മാനസികമായി തളർത്താൻ നോക്കി. അപ്പോൾ മൂന്നാമത് മറുപടി നൽകി, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും രക്ഷിതാവാണവൻ, അതിനിടയിലുള്ള എല്ലാത്തിൻ്റെയും രക്ഷിതാവാണവൻ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മാനസികമായി തളർത്തിയിട്ട് മറുപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നത് ഒരു വിക്കുള്ള മനുഷ്യനാണെന്ന് ശ്രദ്ധിക്കണം. സംസാരിക്കുവാൻ പോലും നേരാം വണ്ണം കഴിയാത്ത വ്യക്തിയിൽ നിന്നാണ് ഈ പഴുതടച്ച മറുപടികൾ വരുന്നത്. അപ്പോൾ ഫിറഔന് അന്തം വിടുകയാണ്. കാരണം എന്താ, ചോദ്യങ്ങളൊക്കെ മൂസാ നബിനോടാണ് ചോദിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ തൻ്റെ വിക്കിനുള്ള പരിഹാരം കണ്ടിട്ടാണ് വരുന്നത്. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണേ. വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടിക്കുടുക്കിനെ നീ ഊരിത്തരണേ. യഫ്ഖഹു ഖൗലി, ഞാൻ പറയുന്നത് ആളുകൾക്ക് നീ മനസ്സിലാക്കി കൊടുക്കണേ. ഇത് പ്രാർത്ഥിച്ചിട്ടാണ്, റബ്ബിലെല്ലാം തവക്കുലാക്കിയിട്ടാണ്, റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് ഫിറഔനുമായി സംവദിക്കാൻ വരുന്നത്. ഇത് ഫിറഔന് അറിയൂല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് വന്ന മറുപടികളെല്ലാം പഴുതടച്ച മറുപടികളായി. അപ്പം മാനസികമായി തളർത്താൻ നോക്കി, തളരുന്നില്ല. പിന്നീട് മറുപടിയാണ് വരുന്നത്. അപ്പോൾ ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഖാല ലഇൻ ഇത്തഖദ്ത ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ, ഇനിയും നീ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ഞാനല്ലാത്ത ഒരു രക്ഷിതാവ് ഉണ്ട് എന്ന് നീ വിശ്വസിക്കുകയാണ് എങ്കിൽ നിന്നെ ഞാൻ ജയിലിൽ അടക്കും. വരട്ടാൻ തുടങ്ങി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് പ്രതികരിച്ചത് വളരെ മനോഹരമായിട്ടാണ്. ഖാല അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ,
എന്നെ ജയിലിലടക്കും നീ പറഞ്ഞു, ഞാൻ വ്യക്തമായ തെളിവ് കൊണ്ടുവന്നാലും നീ എന്നെ ജയിലിലടക്കുമോ? അപ്പോൾ ഫിറഔന് അതിന് മറുപടി കൊടുക്കുകയാണ്, ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ. എന്നാ തെളിവ് കൊണ്ടാ, നീ പറഞ്ഞല്ലോ വ്യക്തമായ തെളിവ് കൊണ്ടുവന്നാൽ നീ എന്നെ ജയിലിലടക്കുമോ എന്ന് നീ ചോദിച്ചല്ലോ മൂസ, എങ്കിൽ നീ ആ തെളിവ് നീ കൊണ്ടുവാ. ആ മറുപടിക്ക് വേണ്ടിയിട്ടാണ് മൂസാ നബി കാത്തിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. ഇത് പറയേണ്ട താമസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തൻ്റെ കയ്യിലുള്ള വടിയണ്ട് നിലത്തിട്ടു. ഈ മറുപടി പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ആ മറുപടി കിട്ടിയപ്പോൾ നേരെ വടി താഴെയിട്ടു. ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. ഇടേണ്ട താമസം ഇട്ടപ്പോൾ തന്നെ അത് ഒരു വലിയ പാമ്പായി മാറി. സാധാരണ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്, ഓടിച്ചു പോവാണ്. നമ്മൾ ചില സ്വിച്ചുകൾ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടേ കാരണം പിന്നെ ബൾബ് എത്തുക, അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ ചിലത്? ഇതങ്ങനല്ല. വടി ഇട്ട് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് പാമ്പാവല്ല, നേരെ മറിച്ച് ഇട്ടാൽ ഉടനെ തന്നെ പാമ്പാവാം. ഇടലും പാമ്പാവലും ഒക്കെ ഒപ്പമാണ്. വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാസിരീൻ. രണ്ടാമത്തെ തെളിവ്, കക്ഷത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലത് കൈ പ്രവേശിച്ച് പുറത്തെടുത്താൽ അപ്പോൾ തന്നെ അതാ, ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കുമ്പോൾ തന്നെ അത് പ്രകാശിക്കുന്നതായി കാണുന്നവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഫിറൗൻ പറഞ്ഞു. ഇപ്പോൾ തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞു, തെളിവുകൾ ഹാജരാക്കി. ഫിറൗൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ഒരു പരിഹാരം കാണും. അപ്പോൾ ഫിറൗൻ പറഞ്ഞു, ഖാല ലിൽ മലഇ ഹൗലഹു ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. ഇവൻ നിങ്ങൾ സൂക്ഷിച്ചോളി, ഇവൻ പഠിച്ച ജാലവിദ്യക്കാരനാണ്, പഠിച്ച മാരണക്കാരനാണ്, ഇവൻ നിങ്ങൾ സൂക്ഷിച്ചോളി എന്ന് ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതിന് ശേഷം എന്താണ് ഉണ്ടായത്, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിറഔൻ തൻ്റെ ആളുകളോട് ഒന്നടങ്കം പിന്നെ സംസാരിക്കുകയാണ്. ഒന്നടങ്കം ഇതൊരു ജാലവിദ്യക്കാരനാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഫിറഔൻ സംസാരിക്കുകയാണ്. യുരീദു അൻ യുഖ്രിജകും മിൻ അർളികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ. എന്തിനു വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരത്തിലുള്ള ജാലവിദ്യകൾ കാണിക്കുന്നത്? നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഫിറഔൻ പറയാനുള്ള കാരണം എന്ത് എന്ന് ഫിറഔൻ വ്യക്തമാക്കുകയാണ്. യുരീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നു. അറാദ യുരീദു, അറാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുക. അപ്പോൾ യുരീദു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു അൻ യുഖ്രിജകും. ഖറജ പറഞ്ഞാൽ എന്താ? ഖറജ പുറപ്പെട്ടു എന്നാണ് ഖറജ എന്ന് പറഞ്ഞത്. മഖ്റജ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡുമ്പോൾ പോകുമ്പോൾ കാണാം മഖ്റജ്, പുറപ്പെടേണ്ട സ്ഥലം, എക്സിറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെടുക എന്നാണ്. അതിൻ്റെ മുന്നിൽ ഒരു ഹംസ വന്നാൽ അഖ്റജ എന്നായാൽ എന്താവും? പുറപ്പെടുവിക്കുക എന്നർത്ഥമാവും. പുറപ്പെടുവിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? യുരീദു, അവൻ ഈ സിഹ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അൻ യുഖ്രിജകും, നിങ്ങളെ പുറത്താക്കുവാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. മിൻ അർളിക്കും. മിൻ എന്നുള്ളതിന് എന്തിനാ ഉപയോഗിക്കല്? മിൻ. അപ്പം നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പറയും മിൻ, എന്നിട്ട് ഉമർ മുഖ്താർ ഇല അസീം. മിന്നും ഇല്ല എന്താ? ഫ്രമ്മും ടു ആണ് അല്ലേ? മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എന്നതിന് പറയാൻ വേണ്ടിയിട്ടാണ് മിന്ന് ഉപയോഗിക്കുക. അപ്പോൾ യുരീദു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു അൻ യുഖ്രിജകും, നിങ്ങളെ പുറത്താക്കുവാൻ ഉദ്ദേശിക്കുന്നു. മിൻ അർദിക്കും. അർള് പറഞ്ഞാൽ എന്താ? ഭൂമി എന്ന് മാത്രം, മൊത്തത്തിലുള്ള ഭൂമി എന്ന് മാത്രമല്ല, സ്ഥലം എന്നതിനും അർള് ഉപയോഗിക്കും. കും എന്നെന്തിനാ പറയാറുള്ളത്? നിങ്ങളുടെ. ബൈത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, ബൈത്തുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്, ബൈത്തുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്. മിൻ അർദിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാനാണ്, നിങ്ങളെ പുറത്താക്കുവാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ബി സിഹ്രിഹി. സിഹ്ർ പറഞ്ഞാൽ എന്താ? മാരണം. മാരണത്തിൻ്റെ വിധി എന്താ? മാരണം പഠിക്കാൻ പാടുണ്ടോ? സിഹ്ർ പഠിക്കാൻ പാടുണ്ടോ?
ഉണ്ടാ സിഹർ പഠിക്കാൻ പാടില്ല. സിഹർ പഠിക്കാൻ പാടില്ല. സിഹർ പഠിക്കുന്നത് ഹറാമാണ്. കാരണം സിഹിറിന് പ്രതിഫലനം ഉണ്ടാകണമെങ്കിൽ, അതിന് റിസൾട്ട് കാണണമെങ്കിൽ സിഹിർ ചെയ്യുന്ന ആൾ നിർബന്ധമായും ഷെയ്ത്താനിന് തിരിച്ച് സഹായം ചെയ്താലല്ലാതെ ഷെയ്ത്താൻ അവനെ തിരിച്ച് സഹായിക്കൂല. സിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ത്താൻ അവൻ്റെ അനുയായികളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് സിഹിറിലൂടെ സംഭവിക്കുന്നത്. ഷെയ്ത്താൻ ഒരുവനെ സഹായിക്കണമെങ്കിൽ തിരിച്ച് അവന് സഹായങ്ങൾ ചെയ്യണം. അവനുള്ള സഹായം എന്താ? അവനെ ആരാധിക്കുക, അള്ളാഹുൽ ഷിർക്ക് ചെയ്യുക എന്നതാണ് ഷെയ്ത്താനിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അവനെ സഹായിച്ചാൽ മാത്രമേ ഷെയ്ത്താൻ തിരിച്ച് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാഹിറിൻ്റെ അവനുള്ള നടപടിക്രമം എന്താ? ഒരാൾ ഒരു സിഹിർ ചെയ്തു, ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ അവനുള്ള ശിക്ഷ എന്താണ്? കൊല്ലലാണ്. ഖത്ലു സാഹിർ, സാഹിറിനെ കൊല്ലുക എന്നതാണ് അവനുള്ള ശിക്ഷ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് യുരീദു അൻ യുഖ്രിജക്കും, നിങ്ങളെ പുറത്താക്കുവാനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നത്. മിൻ അർളിക്കും, നിങ്ങളുടെ നാട്ടിൽ നിന്ന്. ബി സിഹ്രിഹി, അവൻ്റെ സിഹർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പുറത്താക്കുവാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. ഫമാദ, അതിനാൽ മാദ എന്തിനാ ഉപയോഗിക്കുക? വാട്ട്. ഫമാദ, അപ്പോൾ എന്താണ് തഅ്മുറൂൻ, നിങ്ങൾ കൽപ്പിക്കുന്നത് എന്താണ്? അഥവാ ഇവനെ നമ്മൾ എന്താ ചെയ്യണ്ടി എന്ന് ഫിർഔൻ തൻ്റെ അനുയായികളോട് ചോദിക്കുകയാണ്. അപ്പോൾ ആളുകളെ പ്രൊവോക്ക് ചെയ്യാണ്. സംഗതി ഇതെന്താണ്? ഈ പോക്ക് പോയാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ അടിവേര് മാന്താൻ സാധ്യതയുണ്ട്. അവൻ്റെ ഭരണം അവൻ്റെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ ഫിർഔൻ എന്താ ആളുകളോട് പറഞ്ഞത്? നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇവന് നോക്കുന്നത്, എന്നാലേ അവരെ ഇളകുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഫിർഔൻ തൻ്റെ ആളുകളോട് അങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഫമാദാ തഅ്മുറൂൻ, ഇവൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്, ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നോക്കൂ നിങ്ങൾ, ഫിർഔൻ പറയുന്നത് എന്താണ്? ഞാനാണ് ഇലാഹി എന്നാണ്, ഞാനാണ് ആരാധ്യൻ എന്നാണ് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ആരാധ്യനായ വ്യക്തി മറ്റുള്ളവരോട് കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ടോ? യഥാർത്ഥ ആരാധ്യനാണ് എങ്കിൽ മറ്റുള്ളവരോട് അഡ്വൈസ് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. മറ്റുള്ളവരോട് അഡ്വൈസ് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഫിറഔൻ ആരാധ്യനല്ല എന്ന് അവൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുകയാണ്. ഫമാദാ തഅ്മുറൂൻ, ഇവൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്? അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഖാലു, അവർ മറുപടി കൊടുക്കുകയാണ്, അർജിഹ്. അർജിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കാലതാമസം കൊടുക്കുക. വ അഖാഹു, അവൻ്റെ സഹോദരനും കാലതാമസം കൊടുക്കുക. ആരാ സഹോദരൻ? ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹാറൂൻ നബി ഏട്ടനാ അനിയനാ? ഏട്ടനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജ്യേഷ്ഠനാണ്. ഖാലു, അവർ പറഞ്ഞു, ഫിറഔന്റെ ചോദ്യത്തിന് അവൻ്റെ പരിവാരങ്ങൾ മറുപടി കൊടുക്കുകയാണ്. അർജിഹ്, അദ്ദേഹത്തിന് നിങ്ങൾ നീട്ടി നൽകുക. വ അഖാഹു, അവൻ്റെ സഹോദരനും നിങ്ങൾ സമയം നൽകുക. അഖിർ, കാലതാമസം നൽകുക. വബ്അസ്, ഫിറഔനോട് പറയാണ്, വബ്അസ്, താങ്കൾ അയക്കുക, നിയോഗിക്കുക. ഫിൽ മദായിനി, മദായിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മദായിൻ, മദീനയുടെ പ്ലൂരലാണ് മദായിൻ. മദീന എന്ന് പറഞ്ഞാൽ എന്താ? പട്ടണം. മദായിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണങ്ങൾ. അപ്പോൾ ഫിറഔൻ പറയാണ്, വബ്അസ്, നിങ്ങൾ നിയോഗിക്കണം. ഫിൽ മദായിനി, പട്ടണങ്ങളിൽ. ഫിറൗനോട് പറയാണ്, നിങ്ങൾ നിയോഗിക്കണം. ഹാഷിരീൻ, ഹാഷിർ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുന്ന ആള്, അഥവാ സാഹിര്യങ്ങളെ അന്വേഷിച്ച് ഓലെങ്ങനെ കൂട്ടുവാൻ പറ്റിയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പട്ടണത്തിലേക്ക്, ഓരോ പട്ടണത്തിലേക്കും നിങ്ങൾ നിയോഗിക്കണമെന്ന് ഫിറഔൻ്റെ ആളുകൾ പറയാം. ഇവൻ എന്താ ചെയ്യേണ്ടി എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ആൾ ഫിറഔൻ എന്തായിരുന്നു? ഫിറൗൻ്റെ ഉദ്ദേശം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൊല്ലലായിരുന്നു. ദറൂനി അഖ്തുൽ മൂസ വൽയദു റബ്ബ, നിങ്ങൾ എന്നെ വിടുവിൻ, ഞാൻ മൂസയെ ഞാൻ കൊല്ലട്ടെ, ഞാനൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലട്ടെ. വൽയദു റബ്ബ, ഓ വേണമെങ്കിൽ, അഥവാ മൂസാ നബി വേണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഏതായാലും കൊല്ലാൻ
പോവുകയാണ് എന്നായിരുന്നു ഫിറഔന്റെ ഉദ്ദേശം. പക്ഷെ ഫിറഔനിന്റെ കൂടെയുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തു. അവരെന്താ പറഞ്ഞത്? അർജിഹ് വ അഖാഹു, അദ്ദേഹത്തിന്റെ സഹോദരനും കുറച്ച് സമയം നിങ്ങൾ നീട്ടി നൽകണം. വബ്അസ്, താങ്കൾ നിയോഗിക്കണം. ഫിൽ മദായിനി, പട്ടണങ്ങളിലേക്ക് താങ്കൾ നിയോഗിക്കണം. ഹാഷിരീൻ, ആളുകളെ കൂട്ടാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ പട്ടണങ്ങളിലേക്ക് നിയോഗിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പേരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞത് എന്താ? എനിക്ക് ശേഷം അഹ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. നമ്മളെ മറുപടി എന്താ? പല ആളുകളും ചോദിക്കും അഹ്മദ് എന്ന ആൾ വരുന്നല്ലേ പറഞ്ഞത്, പക്ഷെ മുഹമ്മദ് ആണല്ലോ വന്നത്. എന്തായാലും മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് എന്ത്? അഹ്മദ്. എത്ര പേരുകളുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? പാട്ട് കേട്ടിക്കണില്ലേ? തോഹ റസൂലുള്ളാഹി കേട്ടിക്കണല്ലേ? ആ തോഹ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി പരിചയപ്പെടുത്തുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പല ആളുകളുടെ വിശ്വാസം അതാണ്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. 5 പേരുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അന മുഹമ്മദ്, അന അഹ്മദ്, അനൽ മാഹി അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, വഅനൽ ഹാഷിർ അല്ലദി യുഹ്ശറു നാസു അലാ ഖദമി, വഅനൽ ആഖിബ് അല്ലദി ലൈസ ബഅദി നബി. ഒന്നാമത്തത് എന്താ? മുഹമ്മദ് എന്ന പേരാണ്. രണ്ടാമത്തത് അഹ്മദ് എന്ന പേരാണ്. മൂന്നാമത്തത് അൽ മാഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരുണ്ട്. മാഹി എന്ന് പറഞ്ഞാൽ എന്താ? മഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ്ക്കുക എന്നാണ് അർത്ഥം. അല്ലദി യംഹുല്ലാഹു ബി അൽ കുഫർ, എന്നെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫറിനെ മായ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് അൽ മാഹി എന്ന പേര് വന്നത്. നാലാമത് അൽ ഹാഷിർ, അതാണ് ഹാഷിരീൻ എന്ന് പറഞ്ഞില്ലേ? കൂട്ടുന്ന ആളുകളെ, ഒരുമിച്ച് കൂട്ടുന്ന ആളുകളെ പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അൽ ഹാഷിർ. അല്ലദി യുഹ്ശറു നാസു അലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായിരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ മഹ്ശറിൽ വരിക. അതുകൊണ്ടാണ് ഹാഷിർ എന്ന പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. അഞ്ചാമത്തെ പേര് അൽ ആഖിബ്. ആഖിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിലത്തെ ആൾ, അഥവാ ലൈസ ബഅദി നബി, എനിക്കു ശേഷം ഒരു പ്രവാചകൻ കടന്നു വരാനില്ല. അതുകൊണ്ടാണ് അൽ ആഖിബ്, ഒടുവിലത്തെ വ്യക്തി എന്ന പേര് എനിക്ക് നൽകിയത്. ഞാനത് പറയാൻ കാരണം എന്താ? ഹാഷിരീൻ, ഒരുമിച്ച് കൂട്ടുന്ന ആൾ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷമാണ്, പിറകിലായിക്കൊണ്ടാണ് ആളുകളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുക. അതുകൊണ്ടാണ് ഹാഷിർ എന്ന പേര് വന്നത്. അതേ പ്രയോഗമാണ്, അതിൻ്റെ പ്ലൂരലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഫിറഔന്റെ ഉദ്ദേശം മൂസാ നബിനെ കൊല്ലലായിരുന്നു. പക്ഷേ ആളുകളിൽ നിന്ന് അതല്ല അഭിപ്രായം വന്നത്. എന്നിട്ട് പറയാണ് യഅ്തൂക, ഫിറഔന്റെ ആളുകൾ പറയാണ് യഅ്തൂക, എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളെ നിയോഗിക്കുന്നത്? യഅ്തൂക, അവർ നിന്നിലേക്ക് കൊണ്ടുവരും ബികുല്ലി സഹാരിൻ അലീം. സഹാർ എന്ന് പറഞ്ഞാൽ എന്താ? സിഹർ നന്നായി അറിയുന്ന വ്യക്തിയാണ് സഹാർ. അപ്പോൾ നന്നായി പഠിച്ച ഒരുപാട് മാരണക്കാരെ കൊണ്ടുവരാൻ വേണ്ടി നീ ആളുകളെ പട്ടണത്തിലേക്ക് നിയോഗിക്കണം എന്ന് ഫിറഔനിൻ്റെ ആളുകൾ പറഞ്ഞു. അങ്ങനെ ഫിറഔൻ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. ആ നാട്ടിൽ സിഹർ നന്നായി അറിയുന്ന എല്ലാ വ്യക്തികളെയും അന്ന് കൊണ്ടുവന്നു എന്നാണ് തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണുന്നത്. 12,000-ഓളം മാരണക്കാർ വരെ അന്ന് ഹാജരായിരുന്നു എന്നാണ്. ഒരുപാട് എണ്ണം പറഞ്ഞിട്ടുണ്ട്. 12,000, 700, 400, ചുരുങ്ങിയത് 72. തഫ്സീറുകൾ നോക്കിയപ്പോൾ ഏറ്റവും ചുരുങ്ങിയ എണ്ണമായി പരിചയപ്പെടുത്തിയത് 72 മാരണക്കാരെയാണ്. അപ്പോൾ അത്രത്തോളം വരുന്ന ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നേരിടാൻ വേണ്ടി ഫിർഔൻ ഒരുക്കിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ആളുകളെ പറഞ്ഞയച്ചു, ആളുകൾ വന്നു. ഫജുമിഅ അസ്സഹറ, ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂട്ടുക എന്നാണ്. അപ്പോൾ ജുമിഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഖതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൊന്നു എന്നാണ്. കുത്തില എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൊല്ലപ്പെട്ടു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ജമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ ജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അസ്സഹറത്തു മാരണക്കാർ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അഥവാ ഓലെ കുറച്ച് ആളുകൾ പോയിട്ട് എന്ത് ചെയ്തു, അങ്ങാടികളിൽ പോയിട്ട് പെറുക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഓലെ എല്ലാവരും ഫിറൗൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ലിമീഖാത്തി യൗമിൻ മഅലൂം. ലിമീഖാത്തി നിശ്ചിതമായ ഒരു സമയത്തിലേക്ക്, യൗമിൻ മഅലൂം നിശ്ചിതമായ ഒരു ദിവസം, നിശ്ചിതമായ ഒരു സമയത്തിലേക്ക് ഈ മാരണക്കാരെയെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. മീഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജിൻ്റെ മീഖാത്ത് എവിടെയൊക്കെ ഉണ്ട്? വഖതലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൽ ഹുലൈഫ ലി അഹ്ലിൽ മദീന. മദീനക്കാരുടെ മീഖാത്ത് ദുൽ ഹുലൈഫ. വലി അഹ്ലി യമൻ, യമൻ ഏതാ? യലംലം. വലി അഹ്ലി നജ്ദ്, അഹ്ലി നജ്ദിന് ഏതാ? ഖർനുൽ മനാസിൽ. വ അഹ്ലി ഷ്യാം, വലി അഹ്ലി ഷ്യാം, ഷാമുകാർക്ക് ഏതാ? ഷാമുകാരുടെ മീഖാത്ത് ഏതാ? ഷാമുകാർ തന്നെ സിറിയ, ഫലസ്തീനൊക്കെ ആ ഭാഗത്തുനിന്നവരാണ്. ഷാമുകാരുടെ മീഖാത്ത് ഏതാ? ജുഹ്ഫ. ഇന്ന് ജുഹ്ഫയിലല്ല, ഇന്ന് റാബിഗിലാണ്. അഞ്ചാമത്തത് ഇറാഖുകാർക്ക് ദാത്തു ഇർഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ മീഖാത്തായി പഠിപ്പിച്ചു എന്നാണ്. സ്ഥലത്തിനും മീഖാത്ത് എന്ന് പറയും, സമയത്തിനുണ്ട്. ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ, മീഖാത്തുകളാണ്. 5ഓളം മീഖാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന. ഈ മീഖാത്ത് ആർക്കൊക്കെ ഉള്ളതാണ്? പുറത്തുനിന്ന് വരുന്ന ആളുകൾ. അതിലൂടെ ആരെല്ലാം ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ടോ? ഇപ്പോൾ മക്കക്കാർ, നമ്മൾ നാട്ടിലേക്ക് പോയി, നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്, നമ്മൾ എവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? നമ്മൾ ഇന്നിപ്പോൾ ഫ്ലൈറ്റിന് വരുമ്പോൾ കർണൽ മനാസിൽ വഴിയാണ് വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൈറ്റിൽ നിന്നേ ഇഹ്റാമിൽ പ്രവേശിക്കണം. ഇവിടെ വന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതിയോ? അല്ല, നമ്മൾ അവിടുന്ന് പ്രവേശിക്കണം. കാരണം നമ്മൾ മീഖാത്ത് വിട്ടിട്ടാണ് കടന്ന് വരിക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫമൻ കാന ദൂന ദാലിക ഫമിൻ ഹൈസു അൻഷ. ആരെങ്കിലും ഈ മീഖാത്തിനപ്പുറം മക്കക്കുള്ളിലായിക്കൊണ്ട് ഉള്ളവരാണ് എങ്കിൽ, അവർ ഉംറ ഉദ്ദേശിക്കുന്നു എങ്കിൽ, അവരെവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? എവിടെ നിന്നാണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഇപ്പോൾ ജിദ്ദക്കാർ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? ഓല വീട്ടിൽ നിന്നാണ്. ജിദ്ദക്കാർ മീഖാത്തിൻ്റെയും ഹറമിൻ്റെ പരിധിക്കുള്ളിൽ ഉള്ളവരാണ്. അവരെവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അവരുടെ വീട്ടിൽ നിന്നാണ്. എവിടെ നിന്നാണോ അവർ ഉംറ ചെയ്യുവാനുള്ള ഉദ്ദേശം അവർക്കുണ്ടായത് അവിടെ നിന്ന് എന്ത് ചെയ്യണം? അതിനുവേണ്ടി എവിടെ നിന്നാണോ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുത്ത തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് മക്കയിൽ പ്രവേശിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഇഹ്റാമിലല്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കാൻ വേണ്ടി വരുന്നത്. മക്കയിൽ പ്രവേശിച്ചു, മക്ക കീഴടക്കി 16-19 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചു. പിന്നീട് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. 12,000-ഓളം വരുന്ന ആൾ ഹുനൈൻ യുദ്ധത്തിൽ വിജയിച്ചു. ജാറാന നിൽക്കുന്ന ഭാഗത്താണ്, ഇന്നത്തെ ജാറാന മസ്ജിദൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് സ്വത്തുകളൊക്കെ വീതം വെപ്പ് നടന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ഉദ്ദേശിച്ചു. എവിടുന്ന ഇഹ്റാമിൽ പ്രവേശിച്ചത്? മീഖാത്ത് പോയോ? ഇല്ല. ഫമൻ കാന ദൂന ദാലിക ഫമിൻ ഹൈസു അൻഷ. ആരെങ്കിലും മീഖാത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഉംറ തന്നെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഉംറ ഇയാളെ പ്ലാൻ അവിടുന്ന് അവനക്ക് തുടങ്ങിയത്. അപ്പോൾ അവൻ ഇവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ നിന്നാണോ അവനക്ക് പ്ലാൻ ഉണ്ടായത് അവിടെ നിന്ന് അവൻ ഇഹ്റാമിൽ പ്രവേശിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാറാനയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് പിന്നീട് ഇവിടെ നിന്ന് ഉംറ നിർവഹിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ മീഖാത്താണ്. ഇനി മീഖാത്ത് സമയത്തിനു പറയും, കാലത്തിനു പറയും. ഹജ്ജിന് വേണ്ടിയുള്ള മീഖാത്തു സമാനി ഏതൊക്കെ കാലഘട്ടത്തിൽ, എന്നു മുതൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാം? എന്നു മുതൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാം? ദുൽഹജ്ജ് 1 മുതൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ? ദുൽഖഅദിൽ പ്രവേശിക്കാൻ പാടുള്ളൂ?
എവിടെ നിന്ന് പ്രവേശിക്കാം എന്നതാണ് ഇപ്പോൾ നമ്മൾ മീഖാത്ത് പഠിച്ചത്, സ്ഥലങ്ങൾ പഠിച്ചത്. എന്നാൽ എന്നു മുതൽ ഇഹ്റാമിൽ പ്രവേശിക്കാം ഹജ്ജിന് വേണ്ടി? ഷവ്വാൽ 1 മുതൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കാം. ഏതുവരെ? ദുൽഹിജ്ജ 10 ഫജ്ർ വരെ ആ സമയം ബാക്കിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 10 ശേഷം പിന്നെ അറഫ കിട്ടൂല. ദുൽഹിജ്ജ ഫജ്ർ കഴിഞ്ഞ ദുൽഹിജ്ജ 10 ഫജ്റിന് ശേഷം പിന്നെന്ത് ചെയ്യൂല? ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം അറഫ കിട്ടൂല. അപ്പൊ അറഫ കിട്ടാനുള്ള അവസാന സമയം എപ്പോഴാ? ഫജ്റിന് മുമ്പ്. ദുൽഹിജ്ജ 10 ഫജ്റിന് മുമ്പാണ്. അപ്പൊ അതുവരെ ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള സമയമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫജുമിഅ അസ്സഹറതു ലിമീഖാതി യൗമിൻ മഅലൂം. ഫജുമിഅ അസ്സഹറതു, ഈ മാരണക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ലിമീഖാതി, ഒരു നിശ്ചിതമായ സമയത്തിലേക്ക്, യൗമിൻ മഅലൂം, നിശ്ചിതമായ ഒരു ദിവസം. ഏതാണ് നിശ്ചിതമായ ദിവസം? യൗമുസ്സീന. അവരൊക്കെ ഫിറഔനിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തുകാർ, മിസ്രിലുള്ള ആളുകൾ തങ്ങളുടെ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ആഘോഷത്തിനായി വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. മൗഇദുക്കും യൗമുസ്സീന, നിങ്ങൾക്കുള്ള ആ മൗഇദ് അത് യൗമുസ്സീനയുടെ ദിവസമാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പോൾ യൗമും മഅലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമുസ്സീന, അവരുടെ പെരുന്നാളിൻ്റെ ദിവസം. ലി മീഖാതി, ഒരു നിശ്ചയിക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൗമുസ്സീനയിലെ ദുഹാ സമയം. യൗമുസ്സീനയിലെ അവരുടെ പെരുന്നാൾ ദിവസത്തിൻ്റെ ദുഹാ സമയത്താണ് ഈ ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഫിറഔൻ ഈ ജാലവിദ്യ, മൂസ എന്താണ് തെളിയിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കൂട്ടണത്? സാഹിര്യങ്ങൾ എന്തിനാ കൂട്ടണത്? സാഹിര്യങ്ങളെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നത് എന്തിനാണ്? ആളുകൾക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് സിഹർ മാത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും പ്രവാചകനല്ല. ഇതുപോലെയുള്ള സിഹറുകൾ ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട് എന്ന് ആളുകൾക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാഹിര്യങ്ങളെല്ലാം വിളിച്ചു കൂട്ടുകയും ആളുകളോടെല്ലാം അതിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തു എന്നാണ്. വക്കീല ലിന്നാസ്, അടുത്ത ആയത്ത്, വക്കീല, പറയപ്പെട്ടു, ലിന്നാസി, ജനങ്ങളോട് പറയപ്പെട്ടു, ഹൽ അൻതും മുജ്തമിഊൻ, നിങ്ങളെല്ലാവരും പരിപാടിക്ക് വരൂലേ എന്ന് ചോദിക്കുകയാണ്. ഫിറൗനൊരു പേടിയുണ്ട്. കാരണം എന്താ? സംസാരത്തിൽ തോറ്റ് പതറി. ഇനിയുള്ളതെന്താ? ഇനി ഇതുപോലെയുള്ള സിഹിർ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ തോൽപ്പിക്കണം. ആ തോൽപ്പിക്കുന്ന ദിവസം ഫഹൽ അൻതും, നിങ്ങളല്ലയോ, മുജ്തമിഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നവരല്ലയോ എന്ന് ഫിറഔൻ ആളുകളോട് ചോദിച്ചു. അഥവാ അന്നേ ദിവസം എല്ലാവരോടും ഒരുമിച്ച് കൂടുവാൻ വേണ്ടി ഫിർഔൻ ആജ്ഞാപിച്ചു. ലഅല്ലന, എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളോട് പറയാണ്, ലഅല്ലന, നമ്മൾ ആയേക്കാം, നത്തബിഉസ് സഹറത, നമുക്ക് മാരണക്കാരെ നമ്മൾ പിന്തുടരുന്നവരായേക്കാം, ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ, അവർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലെ നമുക്ക് മെല്ലെ പിന്തുടരാമല്ലോ. അവർ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെടുത്താണ് ശക്തി, സത്യം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാരണക്കാർ വരുന്ന ദിവസം നിങ്ങളെല്ലാവരും വരണം, മാരണക്കാർ ജയിച്ചാൽ നമുക്ക് അവരൊപ്പം കൂടാലോ എന്ന് ആളുകളോട് പറയപ്പെട്ടു. അങ്ങനെ യൗമുസ്സീനയായി, അവരുടെ പെരുന്നാളിൻ്റെ ദിവസമായി, ളുഹാ സമയമായി. ഫലമ്മാ ജാഅ അസ്സഹറത്തു, ഫലമ്മാ ജാഅ, വന്നപ്പോൾ, അസ്സഹറത്തു, മാരണക്കാർ വന്നപ്പോൾ, ഖാലൂ, അവർ പറഞ്ഞു, ലി ഫിർഔന, എന്താ അതിൻ്റെ അർത്ഥം? ഖാലൂ ലി ഫിർഔന, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഖാലൂ, ഖാലൂ പറഞ്ഞാൽ എന്താ? അവർ പറഞ്ഞു, ലി ഫിർഔന, ഫിർഔനിനോട് അവർ പറഞ്ഞു, ഇന്ന, ഇല്ലയോ, ഉണ്ടോ, ഇന്ന, തീർച്ചയായും ഉണ്ടോ, ലന, ഞങ്ങൾക്കുണ്ടോ, ല അജ്റൻ, ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവൂലേ, ഇൻകുന്ന നഹ്നുൽ ഗാലിബീൻ, ഇൻകുന്ന, ഞങ്ങളാണെങ്കിൽ, നഹ്നു, ഞങ്ങൾ തന്നെ, അൽ ഗാലിബീൻ, ഞങ്ങൾ വിജയികളാണ് എങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവൂലേ. ഏയ്, മത്സരം തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുമ്പ് ചോദിക്കണം, എന്നാലേ കിട്ടുള്ളൂ, എന്നാലേ കൂടുതൽ ഓഫറുകൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ലേ, ഇൻകുന്നാ നഹ്നുൽ ഗാലിബീൻ,
ഞങ്ങളാണ് വിജയികൾ എങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവുകയില്ലേ. ഗലബ പറഞ്ഞാൽ എന്താ? ഗലബ ഗലബ നമ്മൾ പഠിച്ചില്ല, ഗുലിബത്തി റൂം. എന്താ അർത്ഥം? റോമക്കാരി ജയിച്ചു എന്നാണ് ഗുലിബത്തി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗലബർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമക്കാർ ജയിച്ചു, അല്ലെങ്കിൽ ഗലബത്തി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമക്കാർ വിജയിച്ചു എന്നാണ്. ഇത് ഗുലിബത്തി റൂമാണ്. ഗലബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽപ്പിക്കുക എന്നാണ് അർത്ഥം. തോൽപ്പിക്കുക. ഗുലിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തോൽപ്പിക്കപ്പെട്ടു, തോറ്റത് റോമുകാരാണ്. ഗുലിബത്തി റൂം, റോമുകാർ പരാജയപ്പെട്ടു എന്നാണ് സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, ഇൻകുന്ന നമ്മളാണെങ്കിൽ നഹ്നുൽ ഗാലിബീൻ, നമ്മൾ തോൽപ്പിക്കുന്നവരാണ് എങ്കിൽ, അഥവാ നമ്മൾ വിജയികളാണ് എങ്കിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയില്ലേ എന്ന് ഫിറഔനിനോട് അവൻ്റെ ആളുകൾ ചോദിക്കുകയാണ്. അപ്പോൾ ഫിറഔൻ പറഞ്ഞു ഖാല നഅം. ഫിറഔൻ മറുപടി കൊടുക്കുകയാണ്, നഅം, അത് എന്തായാലും കിട്ടും. വ ഇന്നകും, ഇന്ന എന്താ? തീർച്ചയായും, തീർച്ചയായും നിങ്ങൾ ഇദൻ അങ്ങനെയാണ് എങ്കിൽ ലമിനൽ മുഖറബീൻ. ലമിന ലാ എന്നുള്ളത് തൗക്കീദിന് വേണ്ടിയിട്ട്, ഒരു ഉറപ്പിന് വേണ്ടി പറയണതാണ്. ലമീനൽ മുഖറബിൻ. മുഖറബ് എന്ന് പറഞ്ഞാൽ എന്താ? സാമീപ്യം ലഭിച്ചവർ. നിങ്ങൾ വിജയിക്കുകയാണ് എങ്കിൽ, ഇതൻ അങ്ങനെയാണ് എങ്കിൽ ലമീനൽ മുഖറബീൻ, നിങ്ങൾ എന്നോട് ഏറ്റവും ബന്ധം അടുപ്പമുള്ള ആളുകൾ പിന്നെ നിങ്ങളായിരിക്കും എന്ന് ഫിറഔൻ അവിടെ വെച്ച് മറുപടി പറഞ്ഞു എന്നാണ്. ആരതൊന്ന് ഓതുക? ഇതുവരെ എടുത്ത ആയത്തൊന്ന് ഓതുക. 35-ാമത്തെ ആയത്ത് ഒരാൾ ഓതി. അടുത്ത ആയത്തും കൂടി. അയ്യോ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അടുത്ത ആള് ഒരു 2 ആയത്ത്. കുല്ലി സഹാരിൻ. ഓക്കെ, അടുത്ത ആയത്ത്. അടുത്ത ആള്. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. ഞാൻ അടുത്ത ആള്. ഒന്നുകൂടി. ഷഫീഖ് ഒന്നുകൂടി. അയ്യോ ഒരായത്തും കൂടി. മുഖറബീൻ. മാഷാ അല്ലാഹ് തബാറകല്ലാഹ്. അപ്പോൾ എവിടെ എത്തി? ആളുകളെ കൂട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത് വെറും സിഹർ മാത്രമാണ്, അത് സമർത്ഥിക്കണം. ഇങ്ങനെയുള്ള സിഹറുകൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ കെൽപ്പുള്ള ആളുകളൊക്കെ കൂടുന്നു. എത്രത്തോളം ഉണ്ടായിരുന്നു? മിനിമം 72 എന്നാണ് തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വരുന്ന ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരെ മത്സരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ യൗമുസ്സീൻ, അവരുടെ ആഘോഷത്തിൻ്റെ ദിവസമായി, ളുഹാ സമയമായി എല്ലാവരും കൂടി. അപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീടുള്ള ആയത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്ത് ത്വാഹ നോക്കിയാൽ ഈ സാഹിരീങ്ങൾ എത്തിയ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിക്കുന്നുണ്ട്. ഖാല ലഹും മൂസ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ്. അള്ളാഹിനോടാണ് നിങ്ങൾ കളിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാഹിറുകളോട് പറയാണ്, നിങ്ങൾ അള്ളാഹുവോടാണ് കളിക്കുന്നത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തോടാണ് നിങ്ങൾ കളിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കളവ് കെട്ടിച്ചമക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫയുസ്ഹിതകും ബിഅദാബ്,
അറിഞ്ഞ് നിങ്ങൾ കളിക്കണം. നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉന്മൂലനം ചെയ്യും. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മത്സരം തുടങ്ങാൻ നിൽക്കുകയാണ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് നല്ല ഗൗരവത്തിൻ്റെ ഭാഷയിൽ ഈ സാഹിറുകളോട് സംസാരിക്കുകയാണ്. ഈ വാക്ക് കേട്ടപ്പോൾ ഫതനാസഉ അംറഹും ബൈനഹും വഅസറു നജ്വ. ഈ വാക്ക് കേട്ടപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മളിപ്പോൾ ഈ പണിക്ക് നിൽക്കണം, പണിക്ക് നിന്ന് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ശരിയാവോ, സത്യമാണോ, ഇത് നമ്മുടെ ഒരു ഉന്മൂലനത്തിന് കാരണമാകുമോ എന്ന് അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. പക്ഷേ അവരവസാനം കൂടിയാലോചിച്ചെടുത്ത തീരുമാനം അവർ പ്രഖ്യാപിച്ചു. ഖാലു ഇൻ ഹാദാനി ലസാഹിറാൻ യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമ വയദ്ഹബാ ബിതരീഖതികുമുൽ മുത്ല. ഇവർ രണ്ടുപേരും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മാരണക്കാർ തന്നെയാണ്, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സിഹറുമായി വന്നിട്ടുള്ളത് എന്ന് ആ മജീഷ്യന്മാർ അവസാനം മീറ്റിംഗ് കൂടി തീരുമാനിച്ച് പറഞ്ഞു. അത് പിന്നെ ഇനി അടുത്തത് മത്സരം നടക്കലാണ്. മത്സരം നടക്കുമ്പോൾ ഈ സാഹിര്യങ്ങൾ ഭയങ്കര ധൈര്യത്തിലാണ്. ഖാലൂ യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖ. ധൈര്യം ഉണ്ടാവുമ്പോണ്ടല്ലോ, ധൈര്യമുള്ള വർത്താനാണ്. സാഹിര്യങ്ങൾക്ക് നല്ല ധൈര്യമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാണ്, മൂസ ആദ്യം ഇജ്ജ് ഇടുമോ അതോ ഞങ്ങൾ ഇടണോ? ഞങ്ങൾക്ക് രണ്ടും കുഴപ്പമില്ല, ആദ്യം എനിക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടാം. മൂസാ നബി വിട്ടുകൊടുത്തില്ല. മൂസാ നബി നല്ല ധൈര്യത്തിൽ ഖാല ബൽ അൽഖൂ, നിങ്ങൾ തന്നെ ഇട്ടോളിയാ, നിങ്ങൾ തന്നെ അങ്ങോട്ട് ഇട്ടോളി എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ലഹും, മൂസ അടുത്ത ആയത്ത് ഖാല പറഞ്ഞു, ലഹും അവരോട് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അൽഖൂ, അൽഖൂ നിങ്ങൾ ഇടുവിൻ, മാ അൻതും മുൽഖൂൻ. മാ എന്തിനു ഉപയോഗിക്കുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു രണ്ടർത്ഥത്തിന് മാ ഉപയോഗിക്കും. ഒന്നെന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച രണ്ടർത്ഥം. ഒന്ന് മാ എന്നത് ക്വസ്റ്റ്യന് വേണ്ടി ഉപയോഗിക്കും, മസ്മുഖ്, ഇതാണ് നിന്റെ പേര്, ഇസ്തിഫാമിന് വേണ്ടി, ചോദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. രണ്ടാമത്തത് മാ ഉപയോഗിക്കുക മൗസൂല എന്ന് പറയും. മൗസൂല എന്ന് പറഞ്ഞാൽ ഒന്ന്, യാതൊന്ന് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് മാ ഉപയോഗിക്കും. അപ്പോൾ ഖാല ലഹും അവരോട് പറഞ്ഞു, മൂസ, ആരാ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അൽഖൂ നിങ്ങൾ ഇടുവിൻ, മാ യാതൊന്ന്, അൻതും മുൽഖുൻ നിങ്ങൾക്ക് ഇടാനുള്ളതൊക്കെ ഇട്ടോളി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അൻതും മുൽഖുൻ നിങ്ങൾക്ക് ഇടാനൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ ഇടുവിൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫഅൽഖൗ ഹിബാലഹും വഇസിയ്യഹും. ഫഅൽഖൗ അവരിട്ടു. അൽഖൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുവിൻ എന്നാണ് അർത്ഥം. അമ്രാണ്, കൽപ്പനയാണ്. അൽഖൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു, അവരെല്ലാവരും കൂടി ഇട്ടു എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഫഅൽഖൗ അവരിട്ടു, ഹിബാലഹും, ഹിബാൽ എന്താ? കയറിട്ടു, അവരുടെ കയറുകളെ അവരിട്ടു. വഇസിയ്യഹും ഒരാളാണ് ഇടുന്നത്. എത്ര സാഹചര്യങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ വടിയും കയറുണ്ടായിരുന്നു എന്നാണ് തഫ്സീറുകൾ നോക്കി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിനിമം 72 ആൾക്കാരെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ഫഅൽഖൗ അവരിട്ടു, ഹിബാലഹും അവരുടെ കയറുകളിട്ടു, വഇസിയ്യഹും അവരുടെ വടികളും ഇട്ടു. വഖാലു എന്നിട്ട് അവർ പറഞ്ഞു, ബിഇസ്സതി ഫിർഔന. ബിഇസ്സ വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. സത്യം ചെയ്ത് പറയാൻ ചില ഹർഫുകൾ ഉപയോഗിക്കും. ഹർഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി അർത്ഥമില്ല, വേറൊരു വാക്കിൻ്റെ കൂടെ കൂടുമ്പോൾ അതിനർത്ഥം കിട്ടും. അതിനുവേണ്ടി ഹർഫ് എന്ന് പറയാം. വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട, ഫി ഇൽ എന്തെങ്കിലും അർത്ഥം കിട്ടിയപ്പോൾ നമുക്ക് ഇല്ല. ഫിൽ ബൈത്ത് വീട്ടിൽ, അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അതാണ് ഹർഫ് എന്ന് പറയാം. അങ്ങനെ അള്ളാഹുവെ ഒരു സത്യം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് വാവ്, ത, ബ. അതാണ് തറബിൽ കഅബ, കഅബയുടെ രക്ഷിതാവ് തന്നെയാണ് സത്യം, താ ഉപയോഗിക്കും. ബില്ലാഹി, ബില്ല മിസ്രികളൊക്കെ പറയുന്ന കാര്യം, ബില്ല അത് സത്യം ചെയ്ത് പറയാനാണ്. അപ്പോൾ ഇവിടെ പറയാണ്, വഖാലു അവർ പറഞ്ഞു, ബിഇസ്സതി ഫിർഔന സത്യം ചെയ്ത് പറയാണ്, ബിഇസ്സതി
പ്രതാപം തന്നെയാണ് സത്യം. ആരുടെ പ്രതാപം? അള്ളാൻ്റെ പ്രതാപമല്ല, ഫിർഔനിൻ്റെ പ്രതാപം തന്നെയാണ്. അതുകൊണ്ട് സത്യം ചെയ്ത് പറയാണ്, ഇന്നാ തീർച്ചയായും ഞങ്ങൾ ലനഹ്നുൽ ഗാലിബൂൻ, ഞങ്ങളാണ് വിജയിക്കുന്നവരാവുക. ഫിർഔൻ്റെ പ്രതാപം കൊണ്ട് സത്യം ചെയ്ത് അവർ പറയാം. അപ്പം എന്താ ഉണ്ടായത്? ഇവരുടെ വടിയും അതുപോലെ തന്നെ കയറുകളൊക്കെ ഇട്ടു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അവരിട്ട കയറുകളും വടികളും ഒരു പാമ്പ് ചലിക്കുന്നത് പോലെ ചലിക്കുന്നതായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തോന്നി. ഫഔജസ ഫീ നഫ്സിഹി ഖീഫ. ഇത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെറിയൊരു പേടിയായി. കാരണം എന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടിയിട്ടപ്പോൾ പാമ്പായി, അതുപോലെ ഇവർ വടിയും കയറൊക്കെ ഇട്ടപ്പോൾ പാമ്പായി മാറാണ്. സ്വാഭാവികമാണ്, ഒരു മനുഷ്യ സഹജമായ പേടി ഉണ്ടാകും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പാടെ ഇത് കണ്ടാൽ ഇതൊക്കെ ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു മാത്രമല്ല, ഇപ്പോൾ ഇവൽക്കും ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. ഇവർ മൂസാ നബിൻ്റെ കാത്തിക്കാതെ എല്ലാവരും കൂടി പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് മൂസാ നബി പേടിച്ചത് എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വെക്കണേ കാണാൻ സാധിക്കും. എന്തായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത് കണ്ടപ്പോൾ പേടിയായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ തഖഫ്, ഒരിക്കലും പേടിക്കേണ്ടതില്ല, ഇന്നക അൻതൽ അഅല, നീയേ വിജയിക്കുള്ളൂ. പേടിയോട് കയറിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മൂസ നീയേ വിജയിക്കുകയുള്ളൂ. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ, നീ നിന്റെ കയ്യിലുള്ള വലത് കയ്യിലുള്ള വടിയാണ് കേട്ടോ. ഓല് ഇത്രയും ആൾക്കാരുണ്ടാക്കിയ പാമ്പുകളെയൊക്കെ ആ മാരണം കൊണ്ടുണ്ടാക്കിയ പാമ്പ് പോലെ ഇഴയുന്നതായി തോന്നിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയറുകളും വടികളും മാത്രമാണ്, പാമ്പായിട്ടൊന്നുമില്ല. ആ വടികളെയും കയറുകളെയും എല്ലാം തൽഖഫു മാ സനഉ, എൻ്റെ പാമ്പ് എന്ത് ചെയ്യും? അതിനെ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. അപ്പോൾ വഹി വന്നപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി ഇടുന്നത്. ഫഅൽഖാ മൂസ, അടുത്ത ആയത്ത് ഫഅൽഖാ. അൽഖാന്ന് എന്താ? ഇട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടു. എന്താ ഇട്ടത്? അസാഹു, അദ്ദേഹത്തിൻ്റെ വടി താഴെ ഇട്ടു. ഫഇദാ, അപ്പോഴതാ ഹിയ, ആ വടി തൽഖഫു, തൽഖഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം. തൽഖഫു, അത് വിഴുങ്ങുന്നു. മാ യഫികൂൻ, മാ ഒന്നിനെ എല്ലാം ആ പാമ്പ്, വടിയിട്ട് പാമ്പായി, ആ പാമ്പ് വിഴുങ്ങുന്നു. യഫികൂൻ, അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വ്യാജമായി ഉണ്ടാക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിനെയെല്ലാം ആ പാമ്പ് വിഴുങ്ങുന്നു. അതായിട്ട് കാണുകയാണ്. അതായിട്ട് കാണുന്ന സന്ദർഭത്തിൽ ഫഉൽഖിയ സഹറത്തു സുജ്ജദ, ഫഉൽഖിയ, നിലം പൊത്തി. അൽഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു, ഉൽഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇടപെട്ടു എന്നാണ്. അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു, ഉൽഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇടപെട്ടു, അഥവാ നിലത്തിലുണ്ടതിനാണ് അൽഖ എന്ന് പറയാം. നിലം പൊത്തി, മനസ്സിലായില്ല? ഉൽഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലം പൊത്തി വീഴുക. ഫഉൽഖിയ, അവര് നിലം പൊത്തി. അസ്സഹറത്തു, ആരാണ് നിലം പൊത്തിയത്? നിലത്ത് വീണതാരാ? സാഹിരീങ്ങൾ നിലത്ത് വീണു. സാജിദീൻ, സുജൂദിലാട് വീണു. കാരണം ഓൽക്ക് മനസ്സിലായി, ഓല് സിഹിർ പഠിച്ചവരാണ്. സാഹിരികൾ സിഹിർ പഠിച്ചവരാണ്. അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് മനസ്സിലായി, ഇത് നമ്മൾ ഒപ്പിക്കണ ഉഡായിപ്പ് പരിപാടി അല്ലാന്ന് ഓൽക്ക് മനസ്സിലായി. ഫഉൽഖിയ സഹറ, അവർ ഉടനെ തന്നെ നിലം പൊത്തി. സാജിദീൻ, സുജൂദിൽ ഉടൻ തന്നെ അവർ വീണു. എന്നിട്ടോ ഖാലു, അവർ പ്രഖ്യാപിച്ചു, ആമന്നാ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ. വമാ റബ്ബുൽ ആലമീൻ എന്ന് തുടങ്ങിയാണ് ഇപ്പോൾ ഇത്. വമാ റബ്ബുൽ ആലമീൻ എന്ന ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്താണ് ഇപ്പോൾ ഈ റബ്ബുൽ ആലമീൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫിറോൻ തുടങ്ങുന്നത്. അതിനെ വെച്ചുകൊണ്ട് തന്നെ ഈ സാഹിറുകൾ മറുപടി നൽകുകയാണ്, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്ത്? ബിറബ്ബിൽ ആലമീൻ. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുന്ന റബ്ബുൽ ആലമീൻ ഉണ്ടല്ലോ, ഫിറോൻ നിഷേധിച്ച റബ്ബുൽ ആലമീൻ ഉണ്ടല്ലോ, ആ റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വഹാറൂൻ, റബ്ബി മൂസ, മൂസാ നബിയുടെ റബ്ബിൽ, ഹാറൂൻ നബിയുടെ റബ്ബിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ
നമ്മൾ ഈ ആയത്തുകൾ പഠിച്ചപ്പോഴാണ് പല ആളുകൾക്കും സത്യം മനസ്സിലാവും, തൗഹീദ് മനസ്സിലാവും. ഇപ്പം ഇവരിത് തൗഹീദ് മനസ്സിലാക്കുകയാണ്. ഫിറൗനാണ് ഇവളെ കൂടെ കൂട്ടിയത്. ഫിറൗൻ്റെ സ്വഭാവം എന്താ? ചെറിയ ആൺകുട്ടികളെ വരെ വിടാത്ത ആളാണ് അല്ലേ? ഓൻ്റെ അധികാരത്തിൽ ഒരു കോട്ടം തട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ചെറിയൊരു ആൺകുട്ടികളെ വരെ ഫിറൗൻ വിട്ടിട്ടില്ല. എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ ആജ്ഞാപിച്ചവനാണ് ഫിറൗൻ. കൊല്ലുന്നു പറഞ്ഞാൽ കൊല്ലിനോണാണ്. ആ ഫിറൗൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് സത്യം ഇങ്ങോട്ട് ബോധ്യപ്പെട്ടപ്പോൾ ഒരു സെക്കൻഡ് ബാക്കി വെക്കാതെ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഈമാൻ. ഈമാൻ മനസ്സിലേക്ക് കയറിയാൽ പിന്നെ ആരും പേടി ഉണ്ടാവില്ല. പടച്ചോനെ മാത്രമേ പേടി ഉണ്ടാവുള്ളൂ, പടപ്പോളം ഒരിക്കലും പേടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഫിറൗനിൻ്റെ മുന്നിൽ വെച്ച് എന്ത് ചെയ്തു? ഇവർ തൗഹീദ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. നമ്മുടെ നാട്ടിൽ തൗഹീദ് മനസ്സിലാക്കും ആളുകൾ, തൗഹീദൊക്കെ നന്നായി മനസ്സിലാക്കും. ഖബറിങ്ങ പോവാൻ ഖബറാളികളോട് ചെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവോട് മാത്രം നമ്മൾ സങ്കടം പറയണം, ആവശ്യങ്ങൾ റബ്ബിനോട് മാത്രം ഉന്നയിക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയാലും ആളുകൾ പറയും ഇതിപ്പോൾ എങ്ങനെ വിശ്വസിക്കുക? അപ്പം എൻ്റെ നാട്ടിലുണ്ട് മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞിട്ട്, ആഴ്ചയിൽ നല്ല കുറുവാരി കിട്ടും അവിടുത്തെ ആ മഹലിലുള്ള ആളുകൾക്ക്. 10 കിലോ അരി ഒരു കുടുംബത്തിന്, നല്ല കുറുവൻ്റെ അരി, നമ്മളെ റേഷൻ കടയത്തെ അരിയല്ല, നല്ല അരി. അപ്പോൾ ഈ മൂന്നാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടീം പള്ളിയേറ്റി. മലയാളത്തിലാണ് ഖുതുബ. ആളുകളൊക്കെ ഖുതുബ കേൾക്കാൻ അങ്ങോട്ട് പോയി. പള്ളി നിറഞ്ഞു, പുതിയ പള്ളി നിറഞ്ഞു. പള്ളിക്ക് നമുക്ക് മോൾക്ക് എടുക്കണം എന്ന് പറഞ്ഞു. ആള് തയ്യണില്ല. അപ്പോൾ ഉടനെ മൂന്നാക്ക പള്ളിക്കൊന്നൊരു ഉത്തരവ്, മലയാള ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ ഖുതുബക്ക് പോകുന്ന ആൾക്കും ഇനി മുതൽ അരിയില്ല. പിറ്റത്തെ ആഴ്ച മുതൽ പള്ളി കാലിയായി. ഞാൻ 2 കൊല്ലം അവിടെയാണ് ഖുതുബ കേൾക്കാൻ പോയത്. ഞാൻ +2 പഠിക്കുമ്പോൾ 3 സൊഫ് ഉണ്ടാവും ആളുകൾ. അത് ചെറിയ ഇത്ര വീതിയേ ഉണ്ടാവുള്ളൂ. അത്ര വരെ ആളുകൾ ചുരുങ്ങി. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ പേടിപ്പിക്കുന്ന കാര്യമാണ്, മറവ് ചെയ്യാൻ സമ്മതിക്കൂല. അപ്പോൾ ആളുകൾ ഇതൊക്കെ കണ്ടിട്ടാണ് മാറാതിരിക്കുക. പെൺകുട്ടികളെ കല്യാണം ശരിയാവില്ല, തൗഹീദ് സ്വീകരിച്ച പെൺകുട്ടികളെ കല്യാണം ശരിയാവില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് ചിന്തിക്കും. എന്നിട്ട് ചിന്തിച്ചിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകാമെന്ന് പറയും. എന്നാൽ ഇവരെന്താ ചെയ്തത്? ഇവർക്കറിയാം അടുത്ത് ഇനി ജീവൻ പോകും. എങ്ങനെ ഇവലെ ഇനി കൊല്ലുകയാണ് ഫിറൗൻ. ഇവലെ കൊല്ലുകയാണ്. തഫ്സീർ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവലെ കൈകാലുകൾ വിച്ഛേദിക്കും എന്ന് ഫിറൗൻ പറഞ്ഞു. അതിനുശേഷം ഫിറൗൻ ഇവരെ കൊന്നുകളയുന്നുണ്ട്. അപ്പോൾ ജീവന് വരെ പ്രശ്നം, അതിനും വലിയ പ്രശ്നമില്ലല്ലോ, അതിനും മേലുള്ള പ്രശ്നമില്ല. പക്ഷേ സംഗതിയാണ് മനസ്സിലാക്കിയപ്പോൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാതെ എന്ത് തന്നെ വന്നാലും ആമന്ന ബിറബ്ബിൽ ആലമീൻ, ഞങ്ങളുടെ ലോകരക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, ഈ മത്സരം കഴിഞ്ഞപ്പോൾ കാനത്ത് ഇംറഅത്തു ഫിർഔന തസ്അൽ, ഫിർഔനിൻ്റെ ഭാര്യയാണ് ആര്? ഫിർഔൻ്റെ ഭാര്യ ആരാ? ആസിയ ബീവി. കമുല മിനർ റിജാലി കസീർ, വിശ്വാസം പറയാം, പുരുഷന്മാരിൽ ഒരുപാട് പേർ ഈമാനിനെ പൂർത്തീകരിച്ചിട്ടുണ്ട്. വലം യക്മുൽ മിനൻ നിസ, സ്ത്രീകളിൽ ആരും ഈമാനിനെ പൂർത്തീകരിച്ചിട്ടില്ല. എന്നിട്ട് 2 പേരാണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ ഹദീസിൽ. ഒന്ന് ആസിയ റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പറഞ്ഞു വഅന്ന ഫളല ആയിഷ കഫളലി സരീദി അൻ സായിരി ത്വആം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് സരീദ് എന്ന ഭക്ഷണം മറ്റുള്ള ഭക്ഷണത്തേക്കാൾ എത്രമാത്രം വ്യത്യസ്തമാണോ. സരീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടിയും ഇറച്ചിയും ഒക്കെ പാടെ കൂട്ടിയിട്ട് കഴിക്കണ ഇവിടെ അറബികൾക്കിടയിലുള്ള പ്രചാരത്തിലുള്ള ഭക്ഷണമാണ്. അപ്പോൾ ആ ഭക്ഷണം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണമാണ് സരീദ്. ബാക്കിയുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ആ ഭക്ഷണം എത്രമാത്രം വ്യത്യസ്തമാണോ അത്രമാത്രം ആയിഷ റളിയല്ലാഹു അൻഹ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ആസിയ ബീവിയാണ് ആര്? ഫിറൗനിൻ്റെ ഭാര്യ. ضربallahu مثلا للذين آمنوا امرأة فرعون, വിശ്വാസികൾക്ക് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറഞ്ഞു തരുന്നു. ആരെ കൊണ്ട് ഉപമ പറഞ്ഞത്? ഫിറഔനിൻ്റെ ഭാര്യയെ കൊണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾ, ഈ മത്സരം അങ്ങോട്ട് കഴിഞ്ഞു. മത്സരം കഴിഞ്ഞപ്പോൾ ആസിയ ബീവി ചോദിക്കാണ് മൻ ഗലബ, അന്വേഷിക്കണം ആരാണ് ജയിച്ചത്.
അവ പറഞ്ഞു ഗലബ മൂസ വ ഹാറൂൻ, മൂസയും ഹാറൂനും വിജയിച്ചു എന്ന് പറഞ്ഞു. വളർത്തുമ്മയാണ്, മൂസാ നബിയുടെ വളർത്തുമ്മയാണ്. അപ്പൊ ആരാ ജയിച്ചത്? മൂസാ നബിയും ഹാറൂൻ നബിയും ജയിച്ചു എന്ന് പറഞ്ഞു. ഫതഖൂൽ ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, എന്നാ ഞാനിതാ മൂസാ നബിയിലും ഹാറൂൻ നബിയിലും വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അത് ഫഅർസല ഇലൈഹ ഫിർഔൻ, ഇതങ്ങോട്ട് അറിഞ്ഞപ്പോൾ ഫിറൗൻ ഇതറിഞ്ഞു, ഭാര്യ ഇതാ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മൂസാ നബിയിലും ഹാറൂൻ നബിയിലും വിശ്വസിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആസിയ ബീവിയുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഉന്ദുറു, നിങ്ങൾ നോക്കണം. എന്ത്? സൊഹ്റത്തൻ, ഒരു വലിയ പാറക്കല്ല് നിങ്ങൾ നോക്കണം. എന്നിട്ടോ ഫഇൻ മളത് അലാ ഖൗലിഹ ഫഅൽഖൂഹ അലൈഹ, അവളിപ്പോൾ പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, മൂസാ നബിയിലും ഹാറൂൻ നബിയിലും വിശ്വസിച്ചു എന്ന് പറയുന്ന വർത്താനം, അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ആ വിശ്വാസത്തിൽ തുടരുകയാണ് എങ്കിൽ, ഈ കല്ലെടുത്ത് പോയിട്ട് മഹദിയുടെ ദേഹത്തേക്ക് എറിയാൻ വേണ്ടി കൽപ്പിച്ചു. വഇൻ റജഅത് അൻ ഖൗലിഹ ഫഹിയ ഇംറഅതു, ഇനി ആ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിലോ എൻ്റെ ഭാര്യയായി അവൾക്ക് തുടരുകയും ചെയ്യാം. എന്താ സംഭവിച്ചത്? ആസിയ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെ കൊന്നത് അറിയോ? ആസിയ ബീവിനെ എങ്ങനെ കൊന്നത് അറിയോ? 4 വത്തതുകൾ ഉണ്ടാക്കി. വത്തത് എന്ന് പറഞ്ഞാൽ 4 ആണികൾ, വലിയ ആണികൾ. എന്നിട്ട് അതിൻ്റെ നടുവിൽ ആസിയ ബീവിനെ കെടുത്തി. ഒരു കാലുമ കയറ് കെട്ടിയിട്ട് ഈ വത്തതുമ്മക്ക് എന്ത് ചെയ്തു? ഈ ആണിമ കെട്ടി. അങ്ങനെ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ കെടുത്തി. വെയിലത്താണിത്, വെയിലത്ത് കെടുത്തി. ഒരു പാറക്കല്ല് വന്ന് ദേഹത്ത് കൊടുന്ന് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹദി മരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴാണ്, ഈ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ഖാലത്ത്, മഹദി എന്ത് പറഞ്ഞത്? റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ ഈ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അപ്പോൾ മഹദി പറഞ്ഞു, അള്ളാഹുവേ നിൻ്റെ അടുക്കൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് നൽകണേ. ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ആളുകളിൽ നിന്ന് പടച്ചോനെ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മഹദി പ്രാർത്ഥിച്ചു. സ്വർഗം ചോദിക്കുന്നതിൻ്റെ മുന്നേ അയൽവാസിനെ ചോദിച്ചു. ആരാ അയൽവാസി? മഹദി സ്വർഗം ചോദിക്കുന്നതിന് മുമ്പ് അയൽവാസിനെ ചോദിച്ചത്. ആരാണ് അയൽവാസി? ആരാ അയൽവാസി? ഇദ് ഖാലത്ത് റബ്ബി ബിനിലി, ഇദ് ഖാലത്ത് അവൾ പറഞ്ഞ സന്ദർഭം, റബ്ബി എൻ്റെ റബ്ബേ, ഇബ്നിലി എനിക്ക് നീ നിർമ്മിച്ചു തരണേ, ബൈത്തൻ ഒരു വീടിനെ, ഇൻദക ബൈത്തൻ നിന്റെ അടുക്കൽ ഒരു വീടിനെ നിർമ്മിച്ചു തരണേ, ഫിൽ ജന്ന സ്വർഗത്തിൽ. ആ സ്വർഗം ചോദിക്കണതിന് മുന്നേ അയൽവാസിനെ ചോദിച്ചു. ആരാ അയൽവാസി? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിരുന്നാലും അണ്ടാ ഇവിടെ നോക്കി നിങ്ങൾ സത്യമാണ് മനസ്സിലാക്കിയപ്പോൾ അതിനിപ്പോൾ ജീവൻ പോയാലും വേണ്ടില്ല, എന്ത് തന്നെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും വേണ്ടില്ല, ഞാനത് വിശ്വസിക്കും എന്ന് മഹദി പ്രഖ്യാപിച്ചു. ഇതിലൊക്കെ നമുക്ക് വിശ്വാസികളായ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല. മൂസ ബിൻ ഇമ്രാൻ, അപ്പാൻ്റെ പേര് ഇമ്രാനാണ്. പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. പേരുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ലക്ഷ്യങ്ങളാണ്. ഈ സൂറത്തിൽ എന്താണ് ലക്ഷ്യം? നമ്മൾ ഈ സൂറത്ത് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്താ ലക്ഷ്യം. സൂറത്തിൻ്റെ തുടക്കം എന്താ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. നബിയെ, ആളുകൾ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ താങ്കൾ താങ്കളുടെ ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എല്ലാ നബിമാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രബോധനം ചെയ്യുമ്പോൾ
ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് മുതൽ ഓരോന്ന്, ജനിക്കുന്നതിന് മുമ്പ് ഉമ്മാക്ക് വഴി കൊടുത്തതും ജനിച്ചപ്പോൾ ഉമ്മ എന്ത് ചെയ്തു, അതുപോലെ തന്നെ മുലയൂട്ടാൻ വിളിക്കപ്പെട്ടതും ഒക്കെയുള്ള ചരിത്രം സൂറത്ത് ഖസസിൽ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? ഇവിടുത്തെ ലക്ഷ്യം അതല്ല. ഇവിടുത്തെ ലക്ഷ്യം പ്രബോധനം ഒരാൾ ചെയ്യുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിവരിക്കലാണ്, വിശദീകരിക്കലാണ് ഇവിടെ ഈ ചരിത്രം ഉദ്ധരിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഓരോ സൂറത്തിലും ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം ഉദ്ധരിക്കുക എന്നാണ് പണ്ഡിതന്മാർ ഈ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലേ? നമുക്ക് ഓതല്ലേ മൊത്തത്തിൽ? എനിക്കറിയില്ല, അത് വലിയ 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 ഉസ്താദന്മാരോട് ചോദിക്കാം. യാസർ മൗലവി വരും, യാസർ മൗലവിനോട് ചോദിച്ചാൽ. അതാണ് നമ്മൾ പറഞ്ഞിരുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെളിച്ചം കണ്ടിട്ട് പോയി. വെളിച്ചം കണ്ടു പോയപ്പോൾ ഒമാതിൽ കബി യമീനിക യാ മൂസ, മൂസ നിന്റെ വലത്തെ കയ്യിൽ എന്താണ്? ഖാല ഹിയ അസായ, അത് എൻ്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ഞാനത് കുത്തിപ്പിടിച്ച് നടക്കാറുണ്ട്. വഅഹുഷു ബിഹ അലാ ഗനമി, ആളുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. വലിയ ഫീഹ മആരിബു ഉഖറ, വേറെയും എനിക്ക് ഉപകാരങ്ങൾ കിട്ടാറുണ്ട്. ഖാല അൽഖിഹ യാ മൂസ, എന്നാ ആ വടി ഒന്ന് നിലത്തിടൂ. ഫഅൽഖാഹ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, നിലത്തിട്ടപ്പോൾ അത് വലിയ പാമ്പായി മാറി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? നേരെ ഓടുക ചെയ്തത്. വടി ഇട്ടാൽ പാമ്പാവുമെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ആ വടി ഇങ്ങനെ എടുക്കും അല്ലേ? ആ വടി ഇട്ടു, അറിയില്ല പാമ്പാവുമെന്ന്. പാമ്പായപ്പോൾ ഇതെന്താ പൊതു വിചാരിച്ചിട്ട് മൂസാ നബി ഓടി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വിളിച്ചു. എന്താ വിളിച്ചത്? യാ മൂസ ലാ തഖഫ് ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊല. മൂസാജി പേടിക്കേണ്ടതില്ല, അതുകൊണ്ട് എടുത്താൽ നമ്മൾ പഴയ രൂപത്തിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലായി? വടിയിട്ടാൽ അത് പാമ്പാവും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയുമായിരുന്നുവെങ്കിൽ ഓടൂല, ഓടേണ്ട സാഹചര്യമില്ല. ഓടിയപ്പോൾ എന്ത് മനസ്സിലായി? ഇത് മൂസാ നബിയുടെ കഴിവല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇട്ട് പാമ്പാകുന്നത് വരെ മൂസാ നബിക്ക് അറിയൂല ഇത് പാമ്പാവും എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയുകയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വടിയിട്ടാൽ പാമ്പാവൽ മാത്രമാണ് അതുകൊണ്ട് ഉണ്ടായിക്കണത് ആണോ? ഇല്ല, കടൽ മേടിച്ചപ്പോൾ പാമ്പ് പോയത് അല്ല, അത് പിളരാണ് ചെയ്തത്. ശരി, അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒന്നും അറിയാം. ഒക്കെ അള്ളാഹുവിൻ്റെ വഴി കിട്ടും, ഇടുക, അടിക്കുക. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനനുസരിച്ച് ചെയ്യും. ഉമ്മാൻ്റെ പ്രാർത്ഥന അത് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. നോക്കിയിട്ട് ഞാൻ പറയാം. നോക്കെ നമുക്ക് പോകുന്നല്ലേ. أعوذ بالله من الشيطان الرجيم. يريد أن يخرجكم من أرضكم بسحره فماذا تأمرون. قالوا أرجه وأخاه وابعث في المدائن حاشرين يأتوك بكل سحار عليم. فجمع السحرة لميقات يوم معلوم. وقيل للناس هل أنتم مجتمعون. لعلنا نتبع السحرة إن كانوا هم الغالبين.
فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين. قال نعم وإنكم إذا لمن المقربين. قال لهم موسى ألقوا ما أنتم ملقون. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون. فألقى موسى عصاه فإذا هي تلقف ما يأفكون. فألقي السحرة ساجدين قالوا آمنا برب العالمين. رب موسى وهارون. ഓതുമ്പോൾ ഇങ്ങനെ അർത്ഥം കിട്ടണ്ട. അപ്പം ഇങ്ങനെ ഓതുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അർത്ഥം കിട്ടണല്ലേ? അങ്ങനെ കിട്ടണം. എന്നാലാണ് നമ്മൾ ഈ പഠനത്തിൽ മെച്ചുണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.